ഓക്കെ സോ വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു കാഷ്വൽ വീഡിയോ ആയിരിക്കും. എല്ലാവരും എൻ്റെ അടുത്ത് മൈലേജ് ചോദിക്കാറുണ്ട് വണ്ടിയുടെ എത്ര കിട്ടുമെന്ന്. ഞാനിപ്പോൾ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസിലും, അതായത് ഹിമാലയൻ്റെ ഫസ്റ്റ് സർവീസിന് മുമ്പുള്ള വീഡിയോയിലും പിന്നെ ഈയിടയ്ക്ക് ചെയ്ത ടൂറിംഗ് റിവ്യൂവിൽ ഞാൻ മൈലേജ് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് ഓരോ തവണ ഓരോ വേരിയിങ് മൈലേജാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാലും ഒരു ആവറേജ് ഞാൻ പറഞ്ഞായിരുന്നു അത് വെച്ചിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഓടിക്കുന്ന സ്റ്റൈലൊക്കെ വെച്ചിട്ട് മൈലേജ് ഡിഫർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈവായിട്ട് മൈലേജ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന്. ഇപ്പോൾ ഞാൻ കാക്കനാടിൽ നിന്ന് നെട്ടൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നെട്ടൂർ ഷാപ്പില്ല, അവിടെ പോയി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലിപ്പോൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ഒരു 50-60 കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെയും പോയി പെട്രോൾ ഫില്ല് ചെയ്യും. അപ്പം എത്ര ലിറ്റർ കയറിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ എത്ര കിലോമീറ്റർ പോയി ഡിവൈഡഡ് ബൈ എത്ര ലിറ്റർ അടിച്ചു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മൈലേജ് നമുക്ക് കിട്ടും. ഒരു ടാങ്ക് മൈലേജ് ടെസ്റ്റിംഗ് ആണ്. ഞാൻ നോർമലി എപ്പോഴും മൈലേജ് ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ റിസർവ് ആകുന്നവരെ വെയിറ്റ് ചെയ്യും. റിസർവ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. സോ അതാകുമ്പോൾ ഒരു വലിയ റേഞ്ചിൽ അറിയാൻ പറ്റും. സോ അത്രയും ഞാൻ ചെയ്യുന്നില്ല, കാരണം അത്രയും ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ ഒരു 10-250 കിലോമീറ്റർ ഓടിക്കേണ്ടി വരും. അതിന് പകരം ജസ്റ്റ് ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ അത്രയും നമുക്ക് ഓടിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ യാസിൻ ബ്രോയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, യാസിൻ മുഹമ്മദ്. പുള്ളിയുടെ ചാനൽ അടിപൊളിയാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു വീഡിയോയിൽ ഇതുപോലെ പുള്ളി ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പുള്ളിയുടെ എക്സ്പൾസ് 4 വീലർ. ഞാൻ ഓർത്തു ഞാൻ എന്തായാലും എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, എന്നാൽ പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തേക്കാം, താല്പര്യമുള്ളവർ കാണട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കാക്കനാട്, അവിടെ നിന്ന് തന്നെ ഫില്ല് ചെയ്യാം. പക്ഷേ പെട്രോൾ ഇപ്പോൾ ഏകദേശം ഫുൾ ടാങ്ക് തന്നെ ഉണ്ട്, അതുകൊണ്ട് അധികം അടിക്കേണ്ട വരത്തില്ല. ഒരു 200 രൂപയ്ക്ക് വല്ല അടിച്ചാൽ മതിയായിരിക്കും. നോക്കാം. ഇപ്പോൾ ഏകദേശം ഫുള്ളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണുമെന്നറിയില്ല. എഫിനടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ഫില്ല് ചെയ്തായിരുന്നു, എന്നാലും ഒന്ന് ഫുൾ ടാങ്ക് അടിച്ചേക്കാം. ഓക്കെ, പമ്പെത്തി. ഇവിടെയാണ് മിക്കവാറും പെട്രോൾ അടിക്കാറുള്ളത്. ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പാണ്. എന്തായാലും ട്രിപ്പ് ഒന്ന് റീസെറ്റ് ചെയ്തേക്കാം, 0 ആക്കിയേക്കാം. ട്രിപ്പ് ഇപ്പോൾ 35.7 ആണ്, അത് റീസെറ്റ് ചെയ്ത് 0 ആക്കാം. ഓക്കെ, ഇപ്പോൾ ട്രിപ്പ് 0 ആയിട്ടുണ്ട്. ഇപ്പോൾ പെട്രോളിൻ്റെ റേറ്റ് 104.1 ഫുൾ ടാങ്ക് അടിച്ചു കേട്ടോ. നോക്കിക്കോണേ, പെട്ടെന്ന് ഫുൾ ടാങ്ക് ആകും, ഏകദേശം ഉണ്ട്. ഏകദേശം ഉണ്ട്. ഞാൻ പറയാം, അപ്പോൾ നിർത്തിക്ക്. കുറച്ചുകൂടെ. അത്ര മതി കേട്ടോ. $2.66 ലിറ്റേഴ്സ് അടിച്ചോളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചു. അധികം അടിക്കേണ്ട വന്നില്ല, ഒരു 2.5 ലിറ്റർ അടിച്ചപ്പോഴത്തേക്കിനും ഫുൾ ടാങ്ക് ആയി. ഇപ്പോൾ നോക്കിയാൽ ഫുള്ളാണ്. ഇനി നമുക്ക് നെട്ടൂർ വരെ പോകാം. സോ ഈ വീഡിയോ ഒരു കാഷ്വൽ മോട്ടോ വ്ളോഗായിട്ട് തന്നെ കണ്ടാൽ മതി. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മൈലേജ് ഞാൻ പറയാനാണെങ്കിൽ എനിക്ക് മൈലേജ് പറയാം. എനിക്ക് കിട്ടുന്ന മൈലേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 30 ആണ് എനിക്ക് ഏകദേശം കിട്ടുന്ന മൈലേജ്, ഒരു ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് മാത്രം അറിയാനാണെങ്കിൽ ജസ്റ്റ് അത് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ ഈ വീഡിയോ ജസ്റ്റ് നമുക്ക് നെട്ടൂർ വരെ ഒന്ന് പോകാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മൈലേജും കൂടെ ഒന്ന് കറക്റ്റ് കാണാം, ലൈക്ക് ലൈവായിട്ട് തന്നെ മൈലേജ് കൂടെ കാണാം. അപ്പോൾ നിങ്ങളൊരു ചായയൊക്കെ ആയിട്ട് റിലാക്സ് ചെയ്തിരുന്ന് കണ്ടാൽ മതി. അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് കൂട്ടിയാൽ മതി, ഒരു റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ എൻറിച്ച്ഡ് വീഡിയോ ആയിട്ട് കൂട്ടണ്ട, കുറച്ചുകൂടി റിലാക്സിങ് വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. സോ ഇന്ന് ആക്ച്വലി വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴേലും ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. ഇന്നെടുക്കാൻ ശരിക്കും പ്ലാൻ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാമെന്നായിരുന്നു. ഇപ്പോൾ നാളെ ലോക്ക്ഡൗൺ ആണല്ലോ, സൺഡേ. ഇന്ന് വെറുതെ ഫ്ലാറ്റിന് സമയത്ത് ഒരാൾക്ക് ആഗ്രഹം നെട്ടൂർ പോകണം, ഫുഡ് കഴിക്കണമെന്ന്, കുറച്ച് നാടൻ ഫുഡൊക്കെ കഴിക്കണമെന്ന്. അങ്ങനെ നെട്ടൂർ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അടുത്ത് എന്തായാലും അവിടെ വരെ ഓടിക്കുന്നു. അപ്പം ആ ടൈമിൽ ഈ മൈലേജ് ടെസ്റ്റിംഗ് കൂടെ ചെയ്യാം. ഇനി അങ്ങോട്ട് റോഡ് കുറച്ച് സീനാണ്. റോഡ് അടിപൊളിയൊക്കെയാണ്, പക്ഷേ ട്രാഫിക് കുറച്ച് സീനാണ്. നമ്മുടെ ഈ ഭാഗം കഴിഞ്ഞിട്ട് പാലാരിവട്ടം എത്തുന്ന വരെ മിക്കവാറും നല്ല ട്രാഫിക്കാണ്. പിന്നെ ഈ സമയം ആയതുകൊണ്ട് വലിയ ട്രാഫിക് കാണില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം 12:45. പിന്നെ ഞാനിപ്പം മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ ഓടിക്കുന്നില്ല, അതായത് മാക്സിമം മൈലേജ് കിട്ടാവുന്ന രീതിയിലൊന്നും ഓടിക്കുന്നില്ല. കാരണം അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മൈലേജൊക്കെ കിട്ടും. പക്ഷേ അതല്ല ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നോർമലി ഓടിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് എത്ര മൈലേജ് കിട്ടും. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ട്രാഫിക്കുണ്ട്. നമ്മുടെ ഹൈവേ എത്തുന്നവരാണെങ്കിലും കുറച്ച് ട്രാഫിക്കുണ്ട്. പിന്നെ ഹൈവേ എത്തിക്കഴിഞ്ഞാലും തുടക്കമൊക്കെ നല്ല ട്രാഫിക്കാണ്. അത് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് ഫ്രീ ഹൈവേസ് കിട്ടും. അപ്പം ഏതാണ്ടൊരു
മിക്സ്ഡ് ഐഡിയ കിട്ടും. ലൈക്ക് ടോട്ടലി ഹൈവേസ് അല്ല, എന്നാൽ ടോട്ടലി ട്രാഫിക്കിലും അല്ല, അങ്ങനത്തെ ഒരു കറക്റ്റ് ഐഡിയ തന്നെ കിട്ടും. പിന്നെ ഞാൻ ഓടിക്കാൻ പോകുന്നതും ഞാൻ നോർമലി ഓടിക്കുന്ന പോലെ, അത്രേ ഉള്ളൂ. നിങ്ങളുടെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും കുറച്ചുകൂടെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഡിഫറെൻറ്റ് മൈലേജ് കിട്ടാം, എന്നാലും ഓൾമോസ്റ്റ് അറൗണ്ട് ദിസ് ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. നെട്ടൂർ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. അന്ന് ചെന്നപ്പോൾ ഇത്തിരി ലേറ്റായി പോയായിരുന്നു. ലേറ്റായിട്ട് ഞങ്ങൾക്ക് ഫുഡൊന്നും അധികം കിട്ടിയില്ല. എല്ലാം ഏകദേശം തീർന്നു പോയി. നല്ല തിരക്കുള്ള സമയമായിരുന്നു, എല്ലാം ഏകദേശം തീർന്നും പോയി. അങ്ങനെ അധികമൊന്നും കഴിക്കാൻ പറ്റാതെ അന്ന് തിരിച്ചു വരേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ഇറങ്ങിയത്. അന്നൊരു 3 മണിയൊക്കെ ആണെന്ന് തോന്നുന്നു അവിടെ ചെന്നപ്പോൾ. ഇവിടെ അത്യാവശ്യം നല്ല ട്രാഫിക്കുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നട്ടുച്ച വെയിലത്ത് ഇതുപോലെ ട്രാഫിക് വരുമ്പോൾ കുറച്ച് ശോകമാണ്. കുറച്ച് കഴിയുമ്പോൾ നല്ല റോഡ് കിട്ടുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ട്രാഫിക്കിലൊക്കെ ആദ്യം ഓടിക്കുമ്പോൾ എനിക്ക് കുറച്ച് വിഷയം ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ക്ലാസിക് അല്ലായിരുന്നു. ക്ലാസിക് കുറച്ചുകൂടെ ട്രാഫിക്കിൽ ഓടിക്കാൻ കംഫർട്ടബിൾ ആണ് കമ്പയർഡ് ടു ഹിമാലയൻ. പക്ഷേ ഈ പറഞ്ഞ ഡിസ്കംഫർട്ട് പെട്ടെന്ന് തന്നെ മാറും. ആദ്യമൊക്കെ എനിക്ക് എപ്പോഴും കൈ ചെറുതായിട്ട് വേദന എടുക്കുമായിരുന്നു. ട്രാഫിക്കിൽ എപ്പോഴും ക്ലച്ച് പിടിച്ചാണ്. ക്ലച്ച് കുറച്ച് ടൈറ്റ് ആണല്ലോ. ക്ലച്ച് പിടിച്ച് കൈ കുറച്ച് വേദന എടുക്കുമായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് യൂസ് ടു ആയി കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. ഒരു 2 ആഴ്ച മാക്സ്. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു, ഡെയിലി യൂസിന് ഹിമാലയൻ എടുക്കാവോ, പുള്ളിക്ക് ബാക്ക് പെയിൻ ആണ്, അപ്പോൾ ഹിമാലയൻ എടുക്കാവോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഡെയിലി യൂസിന് ഹിമാലയൻ എടുക്കാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഹിമാലയൻ തന്നെയാണ് ഒരുപാട് ഇഷ്ടം, ആ വണ്ടി എടുത്താൽ മതി എന്നുള്ളതാണെങ്കിൽ ഡെയിലി യൂസിന് ഹിമാലയൻ കുഴപ്പമില്ല. ലൈക്ക് ഡെയിലി യൂസിന് ശോകമൊന്നുമല്ല, നല്ലോണം തന്നെ യൂസ് ചെയ്ത് പോകാം. പക്ഷേ അങ്ങനെ സ്പെസിഫിക് ഒരു വണ്ടി വേണമെന്നില്ല. നല്ലൊരു വണ്ടി കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കുറച്ചധികം ഓപ്ഷൻസ് കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഹിമാലയൻ കുറച്ചൊരു ടൂറിങ് അല്ലെങ്കിൽ അഡ്വഞ്ചർ മൈൻഡ് ഉണ്ടെങ്കിൽ എടുത്താൽ കുറേ കൂടെ അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലി യൂസ് ചെയ്യാം. അങ്ങനെ ഉള്ളൂ. എന്ന് വെച്ചാൽ ഡെയിലി യൂസ് മാത്രമുള്ള ഒരാൾക്ക് എടുക്കാൻ പാടില്ല എന്നല്ല. നിങ്ങൾ ബാക്കി ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ഇത് തന്നെ മതി എന്നുണ്ടെങ്കിൽ എടുത്തോ, കുഴപ്പമില്ല. ലൈക്ക് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ഒന്നും ആവില്ല. ഞാൻ മാത്രമല്ല, കൂടെ 3 പേരും ഉണ്ട്. അവർ കാറിലാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ കംപ്ലയിൻസിൻ്റെ വീഡിയോയിൽ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ എപ്പോഴും ഒരു I20 കണ്ടില്ലായിരുന്നു. അതെൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അതുപോലെ തന്നെയാണ് പുള്ളിയുടെയും പേര്. അപ്പം ആ വണ്ടിയിൽ അവർ 3 പേര് വരുന്നുണ്ട്. ഞാൻ ശരിക്കും അതിൽ കയറി വരേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ബൈക്കിൽ വരുവാണ്, ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് വന്നത്. ഹൈവേയിലാണെങ്കിലും അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ട്. പക്ഷേ 5th നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇടയ്ക്ക് രാവിലെയൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ അതിരാവിലെ ആയിരിക്കും, അപ്പോൾ ട്രാഫിക്കൊന്നും അധികം കാണില്ല. ആ സമയത്ത് ഈ പാലം ഇറങ്ങുമ്പോൾ താഴെ ഒരു ഡിപ്പുണ്ട്. ഈ ഒരു ഡിപ്പ് കണ്ടില്ലേ, ഇതുപോലെ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പുറത്തെ സൈഡിലുള്ളത് പക്ഷേ ഇത്തിരി പ്രോമിനൻ്റ് ആണ്, ഇത്തിരി നല്ലോണമുള്ള ഡിപ്പാണ്. അപ്പോൾ വണ്ടി ഒന്ന് സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിൽ ആളൊന്നും ഇല്ലെങ്കിൽ ഒന്ന് എണീറ്റ് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് എയറിൽ നിൽക്കും കുറച്ച് നേരം. രാവിലെ രസമാണ്. റോഡിൽ വണ്ടിയൊന്നും ഇല്ലാത്തപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാം. വണ്ടി ഉള്ള സമയത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡേഞ്ചർ ആട്ടോ. കാരണം ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എയറിൽ നിൽക്കുമ്പോൾ ബ്രേക്ക് പിടിച്ചൊന്നും കിട്ടില്ലല്ലോ. എയറിൽ എവിടെ ബ്രേക്ക്? അതിരാവിലെയൊക്കെ ചിലപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ടിൽ വണ്ടിയൊന്നും കാണില്ല, എംടി റോഡ്സ് കിട്ടും. ആ സമയത്ത് മാത്രം അതുപോലെയൊക്കെ ട്രൈ ചെയ്യാം. ലൈക്ക് അതാ പറഞ്ഞു, ഹിമാലയൻ ഒരു ഫൺ മോട്ടോർ സൈക്കിളാണ്. ഇപ്പോൾ ഈവൻ നിങ്ങൾ ലോങ് റൈഡൊന്നും പോയില്ലെങ്കിലും ലൈക്ക് സിറ്റിയിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ലോ ആൻഡ് ടോർക്ക് ഉള്ളതാണ്. നമ്മുടെ റോഡ്സിലൊക്കെ ഓടിക്കുമ്പോഴും ആ ഒരു ഫണ്ണുണ്ട്. ലൈക്ക് എടുത്തെടുത്തങ്ങ് പോകാം. ചെറിയ കുഴികളോ അതൊക്കെ വന്നാലും ലൈക്ക് നെവർ മൈൻഡ്, ഒന്ന് എണീറ്റ് നിന്ന് കൊടുത്തൊക്കെ അങ്ങ് ഓടിച്ചു പോകാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്. ഓക്കെ, നമ്മൾ വളയേണ്ട സ്ഥലം എത്താറായി. ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോകണം. ആ റൈറ്റ് കാണുന്ന റോഡ് കയറിയാൽ പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ ആകെ 15 കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടുള്ളൂ. 15.6 കിലോമീറ്റേഴ്സ് ആയിട്ട് ബി എക്സാക്ട്. സമയം 1 മണി. ആ വണ്ടി പോയ വഴിക്ക് തന്നെ ഈ റൂട്ടാണ്. ഈ റൂട്ട് തന്നെ ആണെന്ന് തോന്നുന്നു. അതെ, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ സൈഡിലായിട്ടാണ് ഷാപ്പ്. പാലത്തിൻ്റെ അടിയിൽ കൊണ്ട് വണ്ടിയൊക്കെ വെക്കാം. ഇത്തിരി ഫേമസ് ആയ ഷാപ്പ് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയുന്നേ ഉള്ളൂ. പൊതുവേ കുറേ പേരൊക്കെ ദൂരെ നിന്നൊക്കെ ആണെങ്കിലും വന്ന് ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലമാണ്. നല്ല തിരക്കുള്ള സ്ഥലമാണ് പൊതുവേ. ഞങ്ങളന്ന് വന്നപ്പോഴും നല്ല തിരക്കായിരുന്നു. വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പാലത്തിൻ്റെ അവിടെ തണലാകുമ്പോഴത്തേക്കും രസമായിരിക്കും. ഈ പാലമല്ല, ഇത് കഴിഞ്ഞ് വലിയൊരു പാലം വരും. പാലത്തിൻ്റെ പേരെന്താണെന്നറിയില്ല. അത് ഈ ഒരു പാലം ഇതാണ് ഞാൻ പറഞ്ഞത്. നല്ല വലിയൊരു പാലം കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് ഷാപ്പ്. ആ കാണുന്നതാണ് ഷാപ്പ്. ഇവിടെ കൂടെ എടുത്ത് ഇവിടെ കൊണ്ട് വണ്ടി വെക്കാം. അവർ
അവരിതുവരെ എത്തിയിട്ടില്ല. അവർ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇനി തിരിച്ചിറങ്ങുമ്പോൾ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം 3:48. കുറേ ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡാണ്. പക്ഷെ ഇവിടുത്തെ ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാർഡോ ജിപേ ഒന്നും എടുക്കില്ല, ക്യാഷ് ഉള്ളിയാണ്. അപ്പോൾ ക്യാഷ് എടുത്തിട്ട് വരണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ക്യാഷ് ഇതുപോലെ എടുക്കാനായിട്ട് ATM പോയതാണ്. ഞാൻ ഇപ്രാവശ്യം മറന്നുപോയി. അത് കാരണം വന്നിട്ട് പിന്നെ രണ്ടാമത് ക്യാഷ് എടുക്കാനായിട്ട് പിന്നെയും പോയി. ATM അവിടെ തന്നെ ഉണ്ട്, ഹൈവേ സൈഡിൽ തന്നെ ഉണ്ട്. അങ്ങനെ പോയി രണ്ടാമത് ഞാൻ പോയി ക്യാഷ് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ എപ്പോഴും ഒന്ന് ക്യാഷ് എടുത്തിട്ട് വരാൻ ശ്രമിക്കുക. ഇവിടെ ഫുഡ് നല്ല അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റി ഫുഡാണ്. ലൈക്ക് നോർമൽ ഷാപ്പിലെ ഫുഡ്. നിങ്ങൾ ആലപ്പുഴയൊക്കെ പോയാലും ഇതുപോലത്തെ ഫുഡ് കിട്ടും. പക്ഷേ കൊച്ചിയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം വന്നൊരു ഷാപ്പിലെ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതല്ലാതെ പിന്നെ നമ്മുടെ സ്വർഗ്ഗത്തിലാണെങ്കിൽ ഏതാണ്ട് ഇതുപോലത്തെ ഒരു നാടൻ ഫുഡൊക്കെ കിട്ടും. പക്ഷേ സ്വർഗ്ഗത്തിനേക്കാളും കുറച്ചുകൂടി ഒരു പക്ക നാടൻ വൈബൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇന്ന് ഞങ്ങൾ പോയപ്പോൾ പണ്ട് പോയതിനേക്കാളും ആൾ കുറവായിരുന്നു. അത് കാരണം കുറച്ചുകൂടെ ഒരു നല്ല ഹോസ്പിറ്റാലിറ്റി കിട്ടി. അതായത് ആൾക്കാരൊക്കെ ഓർഡർ എടുക്കാനൊക്കെ പെട്ടെന്ന് വരും, ബില്ലെടുക്കാനും അതൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്തിരിക്കാൻ പറ്റും, അതായത് ഷാപ്പിനുള്ളിലല്ലാതെ പുറത്ത് തന്നെ നമുക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. ഇപ്പോൾ വണ്ടി 22 കിലോമീറ്റർ ആയി, 22.7 കിലോമീറ്റേഴ്സ് ആയി. ഒരു 50 കിലോമീറ്റേഴ്സ് ഓടിക്കാം, അത് മതി. 50 or 60 എൻ്റെ മനസ്സിൽ 50 ഓടിച്ചാൽ മതിയാവും ഒരു ആവറേജ് ഐഡിയ കിട്ടാനായിട്ട്. ആദ്യം ഞാൻ വിചാരിച്ചു നമ്മുടെ അതിരപ്പള്ളി സൈഡിലോട്ട് വല്ലതും പോയാലെന്നാണ്. പക്ഷേ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ കൂടുതലും ഹൈവേസ് ആണ്. പിന്നെ ഹൈവേ കഴിഞ്ഞ് ഇടയ്ക്ക് മാത്രമാണ് നമ്മൾ അങ്കമാലിയൊക്കെ കഴിയുമ്പോഴാണ് കട്ട് ചെയ്ത് അതിരപ്പള്ളി റൂട്ടിലോട്ട് കയറുന്നത്. കൂടുതൽ ആൾക്കാർക്ക് പക്ഷേ അറിയാൻ ഇഷ്ടമുള്ളത് നോർമൽ റൈഡിൽ എത്ര മൈലേജ് കിട്ടുമെന്നായിരിക്കും. സോ അങ്ങനെ നോർമൽ റൈഡ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ കാക്കനാട് ചെല്ലുമ്പോഴത്തേക്കും 35 കിലോമീറ്റേഴ്സ് പ്ലസ് ആവും. അതുകൊണ്ട് 15 കിലോമീറ്റർ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒന്ന് ഓടിക്കാം. നമ്മൾ ഇനി ഇവിടുന്ന് ഒരു യു എടുക്കും. യു എടുത്തിട്ട് നേരെ കാക്കനാട് പോകും. ഇനിയിപ്പോൾ കാക്കനാടേക്കുള്ള റൂട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ട്രാഫിക് കാണും മിക്കവാറും. ഇപ്പോൾ പിന്നെ സമയം ഒരു 4 മണി ആയിട്ടുണ്ട്. 4 മണിയാകുമ്പം മച്ച് മോർ ട്രാഫിക് ദാൻ വാട്ട് വി ഹാഡ് ഏർലിയർ ആയിരിക്കും എന്തായാലും. ഓക്കെ, കുറച്ച് നല്ല സീനിക് റൂട്ടാണ്. കൊച്ചിയുടെ ആ ഒരു ബിസിനസ് ഒന്നും ഇല്ലാതെ കുറച്ചൊന്ന് മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ ആ ഒരു പഴയ വൈബ് പിടിച്ച് പോകാൻ പറ്റിയ റൂട്ടാണ്. നല്ല നൈസൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു വഴി പോകുമ്പോൾ. കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ നല്ല രസമാണ്. ഇപ്പോൾ 43 കിലോമീറ്റർ ഓൾമോസ്റ്റ്. ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും, അതായത് നമ്മുടെ കാക്കനാട് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഏകദേശം 50 ആവും. കുറച്ചുകൂടെ ഫ്രണ്ടിലായിട്ട് പോയിട്ട് നമുക്ക് യൂട്ടേൺ എടുത്തിട്ട് തിരിച്ചു വരാം. അവിടെ ലെഫ്റ്റിലേക്ക് കുറച്ച് നല്ല റൂട്ട് കണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങോട്ടേക്ക് പോയാലോ? ഞാൻ ഇവിടുന്ന് യു എടുക്കാം. പോയി നോക്കാം എന്താ ഉള്ളത്. ഓ, ഇവിടെ എന്താ അറിയില്ല, കുറച്ച് ഓഫ് റോഡ് ഏരിയ ആണ്, എന്താണെന്നറിയില്ല. നമുക്ക് ലാസ്റ്റ് ഇവിടെ നിന്നൊക്കെ തിരിച്ച് വീട്ടിൽ പോകാനുള്ള വഴി അറിയില്ലെങ്കിൽ മാപ്പ് പിടിക്കേണ്ടി വരും. നമ്മൾ ഇവിടുന്ന് റൈറ്റും പോകാം ലെഫ്റ്റിനും പോകാം. അലുമിനി ട്രേഡേഴ്സ് എന്താ, നമുക്ക് റൈറ്റ് ഈ വഴി തന്നെ പിടിക്കാം. നമ്മൾ ഹിമാലയയിൽ ഇങ്ങനെ സ്പീഡിൽ വന്നിട്ട് പെട്ടെന്ന് കോർണർ എടുക്കാൻ പറ്റും. ലോങ് സ്വീപ്പിംഗ് കോർണർ ആണെങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ എടുക്കാം, പക്ഷേ ആ ഒരു സുഖം നമുക്ക് കിട്ടില്ല. ആ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ ഇത്രയും ട്രാവലുള്ള കാരണം നല്ല സ്പീഡിൽ ലോങ് സ്വീപ്പിംഗ് കോർണർ എടുക്കുന്ന സമയത്ത് ഒരു താഴോട്ട് ഒരു ആട്ടം കാണും. ഈ വഴി കുറച്ച് ക്രീപ്പി വഴിയാണുള്ളത്. ഇവിടുന്ന് ലെഫ്റ്റ് പോവാം, റൈറ്റ് പോവാം. ഞാൻ ലെഫ്റ്റ് പോവാണ്. ലെഫ്റ്റ് ചെയ്ത വീടാണെന്ന് തോന്നുന്നു. ഞാൻ ലിറ്ററലി ഒരു പ്രാവശ്യം പോലും ഈ വഴിയൊന്നും വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയല്ലേ വഴി കണ്ടുപിടിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ആക്ച്വലി നമ്മളിപ്പോൾ വന്ന വഴി കറങ്ങി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനൊരു കോർണർ എടുക്കുമ്പോഴത്തേക്കിനും അങ്ങനൊരു പ്ലേ ഉണ്ട്. ആ ഫ്രണ്ടിലെ സസ്പെൻഷൻ ഒരു പ്ലേ അത്ര കോൺഫിഡൻസ് വരില്ല, പക്ഷേ എക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ അത്യാവശ്യം നല്ലോണം വണ്ടി ചരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ഇരിപ്പാണെങ്കിലും വണ്ടിയുടെ വെയിറ്റ് നല്ലോണം ബാലൻസ്ഡ് ആണ്. വണ്ടി ഇരിക്കുമ്പോഴത്തേക്കും നല്ല ചരിച്ച് ടൈറ്റ് കോർണേഴ്സ് ആണെങ്കിൽ പോലും നല്ലോണം ചരിച്ച് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. ഈ സ്ഥലമൊക്കെ അറിയുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഏതാ സ്ഥലവും. നമുക്ക് റൈറ്റിലേക്ക് പോയാലും ഇവിടെ കുറച്ച് ഓഫ് റോഡ് പാച്ച് ഉണ്ടല്ലോ. ഇവിടെ എന്താ ഉള്ളത്? ഉള്ളൊരു ഏരിയ ഇവിടെ ഒന്നും ഇല്ലല്ലേ. എഡ്യൂക്കേഷൻ സൊസൈറ്റി ഹൈസ്കൂൾ.
ഇതാണിത്. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിടക്കുന്ന കാരണം ഇവിടെ ഒന്നുമില്ല. നമ്മൾ വന്ന റൂട്ട് അതാണ്. ഇവിടെ വന്ന് വണ്ടിയുടെയൊക്കെ റീയൂസൊക്കെ ചെയ്യാൻ കൊള്ളാം, നല്ലൊരു ഏരിയ. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഒരു ഓഫ് റോഡ് പാച്ച് പ്രതീക്ഷിച്ചു. ഉണ്ട് ഇവിടെ ഇങ്ങനൊരു ഏരിയ ഉണ്ട്. എന്തായാലും സ്ഥലം കൊള്ളാം. കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഗോപ്രോയുടെ ബാറ്ററി തീർന്നു. ഞാനൊരു എക്സ്ട്രാ ബാറ്ററി എടുത്ത കാരണം കുഴപ്പമില്ല. ഗോപ്രോ മോട്ടോവ്ലോഗിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായാലും 2 ബാറ്ററി, മിനിമം 2 ബാറ്ററിയെങ്കിലും വേണം. 2 കൂടെ ഉണ്ടെങ്കിൽ നല്ലത്. ഈ ഒരു റൈഡിനൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്ന സമയത്ത് ഗോപ്രോയിൽ എടുക്കാനാണെങ്കിൽ 2 ബാറ്ററി ഉണ്ടെങ്കിൽ ഒരെണ്ണം നമ്മൾ ക്യാമറ ഇടുമ്പോഴത്തേക്കിനും മറ്റേത് ചാർജ് ചെയ്യാൻ വെക്കാം. അങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ പെട്ടുപോകും. ഒരു ബാറ്ററി വെച്ച് നടക്കില്ല. സ്ഥലം കൊള്ളാം. എന്തായാലും ഇങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നുകൊണ്ട് ഇങ്ങനെ സ്ഥലം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. ബാറ്ററി ഞാൻ മാറി. ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ വണ്ടി 46 കിലോമീറ്റർ അടുത്തായി, 45.9 കിലോമീറ്ററായി. ഇവിടുന്ന് ഇനിയിപ്പോൾ റൈറ്റ് എടുത്ത് നമുക്ക് തിരിച്ച് കാക്കനാടേക്ക് പോകാം, നമ്മുടെ പെട്രോൾ പമ്പിലേക്ക് പോകാം. അപ്പോഴത്തേക്കും 50 കിലോമീറ്റർ എന്തായാലും കഴിയും. ഹിമാലയനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളൊരു വണ്ടീനെ പറ്റിയൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. കാരണം വണ്ടിയിൽ ഇപ്പോൾ ചെയ്യുന്ന ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇൻസ്റ്റയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ മാത്രം ഇല്ലാത്ത ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യാച്ചപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ച് ഓഫ് റോഡ്സ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ആണെങ്കിലും കണ്ടു നോക്കാം. ലൈക്ക് ഒരു ബിഗിനറൊക്കെ ഓഫ് റോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും. നിങ്ങളിപ്പം ഞാൻ യൂട്യൂബിൽ കുറച്ച് നല്ല എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ ഓഫ് റോഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ആൽഫി ജെയിംസ് ഒക്കെ, പുള്ളിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഓഫ് റോഡ് ചെയ്യുന്ന ടീംസാണ്, നല്ല നോളജുള്ള ആൾക്കാരാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ലാതെ നമ്മൾ ഒന്ന് ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വീഡിയോസ് കണ്ടു നോക്കാം. അപ്പോൾ തന്നെ നമ്മൾ 50 കിലോമീറ്റേഴ്സ് മാർക്ക് ക്രോസ് ചെയ്തു. 51.3 കിലോമീറ്റേഴ്സായി. ഇനിയിപ്പോൾ നേരെ കാക്കനാട് പോകുന്ന റൂട്ടാണ്. ഈ വഴി കയറി കാക്കനാട് പോകുന്ന വഴിക്കുള്ള പമ്പ്, നമ്മുടെ ഓമൈ കേക്കിനൊക്കെ അടുത്തുള്ള പമ്പ്, അവിടെ നിന്നാണ് ഞാൻ പെട്രോൾ അടിച്ചത്. അവിടെ നിന്ന് തന്നെ തിരിച്ച് പെട്രോൾ അടിക്കാം. ഞാൻ ഇത്രയും ഷോർട്ട് റേഞ്ചിൽ മൈലേജ് ചെക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. പൊതുവെ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും വണ്ടി റിസർവ് ആകുമ്പോഴാണ് അടുത്ത ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, പമ്പ് എത്തി. നമുക്കിവിടെ കയറി ഇനി ഒന്നുകൂടെ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാം. ഇപ്പോൾ 53.2 കിലോമീറ്ററായി. ചേട്ടാ ഫുൾ അടിച്ചു കേട്ടോ. ഫുൾ അടിച്ചു. പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. നേരത്തെ ഫുൾ അടിച്ചത് 50 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടെസ്റ്റ് ചെയ്യാനാണ്, മൈലേജ് ടെസ്റ്റാണ്. ചേട്ടാ മലയാളമാണോ? ഹിന്ദി? മലയാളം അറിയാം പക്ഷേ. അറിയാം. അത്ര മതി. കാർഡല്ല, ഗൂഗിൾ പേ. 157, 1.51 ലിറ്റേഴ്സ്, 2.74. എടുക്കാൻ പ്ലാനുണ്ടോ? പുള്ളി പറഞ്ഞാൽ പുള്ളിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്, വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം മൈലേജ് ഇപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട്. 53.2 കിലോമീറ്റേഴ്സ് ലോഡ്. 53.2 ഡിവൈഡഡ് ബൈ 1.51, 35 കിട്ടി. കുഴപ്പമില്ല, ഇതൊരു നല്ലൊരു മൈലേജാണ്. 35 നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഏതാണ്ട് നേരത്തെ അടിച്ച സെയിം ബ്രിം വരെയാണ് ഇപ്പോഴും അടിച്ചത്. ഒരു നല്ലൊരു ഹൈവേയിൽ എപ്പോഴും ഒരു 70, 80 ഒക്കെ പിടിച്ചെപ്പോഴും പോയി കഴിഞ്ഞാൽ 70 പിടിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ നല്ലത് കിട്ടും. 80 പിടിച്ച് പോയാലും കുഴപ്പമില്ല, നല്ല മൈലേജ് കിട്ടും. അതിന് മേളിൽ പോയാലും മൈലേജ് ഡിപ്പാവുന്നത്. പിന്നെ ഫുൾ ടൈം ട്രാഫിക്കുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ മൈലേജ് പിന്നെയും കുറച്ചുകൂടി ഡിപ്പാവും. എന്നാലും 30ക്ക് മേളിലൊക്കെ എന്തായാലും പിടിക്കാം. 30 ഒരു ആവറേജ് ആയിട്ട് വെച്ചാൽ മതി. അതിന് മേളിൽ എന്തായാലും പിടിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് 53 കിലോമീറ്റേഴ്സ് ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ നോക്കിയാൽ 53.2 കിലോമീറ്റേഴ്സായി. എനിക്ക് തോന്നുന്നു ഈ ഒരു കണ്ടീഷൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാൾ ഫേസ് ചെയ്യുന്നൊരു ട്രാഫിക് സിറ്റുവേഷൻ ആയിരിക്കും. അതായത് കുറച്ച് ഹൈവേസ് ചിലപ്പോൾ കിട്ടാം, നല്ല ട്രാഫിക്കുള്ള ഏരിയാസ് കാണും ഇങ്ങനത്തെ ഒരു ഡെയിലി യൂസിലേക്ക് വരുമ്പോഴത്തേക്കാണ്. സോ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എത്ര മൈലേജ് കിട്ടുമെന്ന് കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു സ്പീഡിലൊക്കെ തന്നെ ഹൈവേസിൽ നിങ്ങൾ ക്രൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിന് മേളിൽ മൈലേജ് കിട്ടും ഈസി ആയിട്ട്. ഈ വീഡിയോ വെച്ചാൽ മൈലേജ് എത്രയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്ന ടൈമായി. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ ചാനലിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിലെ ബാക്കി വീഡിയോസൊക്കെ കണ്ടു നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസൊക്കെ താല്പര്യമുള്ളതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. നമ്മൾ ചാനൽ ഗ്രോ ചെയ്ത് വരുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു സൂൺ.